ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ വിളിക്കുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളായാലും ആരെങ്കിലും വിളിച്ചാൽ തന്നെ ആയാലും ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? എന്തിനാണ് അന്യനാട്ടിൽ ജോലിക്ക് പോയതെന്ന്. എന്തിനാ പോയത്? നമ്മളെ കേരളത്തിൽ ഇഷ്ടംപോലെ ജോലിയില്ലേ എന്ന്. ഞാൻ ആ ജോലികളെല്ലാം ഇഷ്ടംപോലെ ചെയ്ത് എൻ്റെ ജീവിതം മടുത്തിട്ടാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുത്ത് ഇങ്ങോട്ട് വന്നത്. ഇപ്പം എൻ്റെ മക്കൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. എനിക്കത് മതി. എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി നല്ലതുപോലെ പോകുന്നുണ്ട്. എൻ്റെ കടങ്ങൾ ഒരുവിധമായി. പിന്നെ നമ്മളവിടെ ജോലിക്ക് പോയാൽ, ഞാൻ ഒരു ഹാർഡ്വെയർ കടയിൽ ജോലിക്ക് പോയി. ജോലിക്ക് ചെന്നപ്പോൾ 8 മണി തൊട്ട് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ചെയ്യണം. മാസത്തിൽ കിട്ടുന്ന 8,000 രൂപയാണ് ശമ്പളം. അത് ഒത്തിരി വയ്യ, 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പേ വന്നാൽ ആ 2 മണിക്കൂറത്തെ പൈസ കട്ട് ചെയ്യും. പിന്നെ ഒരു ക്യാൻറ്റീനിൽ ജോലിക്ക് പോയി. രാവിലെ 4:45 തുടങ്ങും ജോലി. വൈകിട്ട് 11 മണിയാണ്, രാത്രി 11 മണിയാണോ 11:30 എപ്പോഴാണോ ക്ലീൻ ചെയ്ത് തീരുന്ന അപ്പോഴേ ഇറങ്ങണം. പിന്നെ ഇച്ചിരി പാവപ്പെട്ടവരാണ്, നമ്മൾ പ്രതികരിക്കുന്നില്ല, നമ്മൾ ഗതിയിൽ നിവർത്തിയില്ലാതെ ഇവിടെ ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള തോന്നുവാണെങ്കിൽ പിന്നെ അവൻ്റെയൊക്കെ കുതിര കയറ്റം അതിനപ്പുറമാണ്. അല്ലാതുള്ള തൻ്റെ ഇടം പിടിച്ചതും പ്രതികരിക്കുന്നതും അനുസരണ ഇല്ലാത്തവരും അങ്ങനത്തെ കൾച്ചറുള്ളവരെയൊന്നും ഒന്നും പറയത്തില്ല. പറഞ്ഞാൽ അറിയാം അവർ ചെരുപ്പൂരി അടിക്കുമെന്നുള്ളത്. കൾച്ചറുള്ളതും വിദ്യാഭ്യാസമുള്ളതും നമ്മൾ സമൂഹത്തിൽ നല്ലപോലെ പെരുമാറുന്നവരടുത്തും ഭയങ്കര കുഴപ്പമാണ്. അല്ലാത്തവരടുത്ത് ചെന്ന് നോക്കട്ടെ, ചെരുപ്പൂരി അവരടിക്കും. മനസ്സിലായ? പിന്നെ എൻ്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അവരിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നാട്ടിൽ കിടന്ന് ജോലി ചെയ്ത് കടം തീർക്കാമെന്ന് വിചാരിച്ചാലും ജീവിക്കാമെന്ന് വിചാരിച്ചാലും ഇപ്പോൾ ആത്മഹത്യ ചെയ്താണ് ഞങ്ങൾ 4 പേരും കൂടി. അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അതായത് അഹങ്കാരം കൊണ്ടിട്ടൊന്നുമല്ല. അതുകൊണ്ട് ഈ പറയുന്നവരൊക്കെ പറയാം, ഞങ്ങളല്ലേ ജീവിച്ചത്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.